107 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലും ഉള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ. ആമേൻ. നിങ്ങൾ കർത്താവിനെ എപ്പോഴും സ്തോത്രം ചെയ്യുക, അന്യഭാഷയിൽ സ്തുതിക്കുക. ആമേൻ. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ യേശുവേ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പറയുക. നിങ്ങളുടെ ആ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ നേരെ ഏതെങ്കിലും ശത്രു വന്നാൽ അപ്പം നിങ്ങൾ തിരിച്ചങ്ങോട്ട് എന്നാ വാടാ നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞു പോകരുത്. പകരം നിങ്ങൾ അപ്പോൾ തന്നെ യേശുവേ എന്നെ വിടുവിക്കണമേ എന്ന് പറയുക. കർത്താവ് നിങ്ങളെ വിടുവിച്ചോളും. ആമേൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവ് മഹാദയയും കരുണയും ഉള്ള ദൈവമാണ്. മനുഷ്യൻ ഇന്ന് നമ്മുടെ നേരെ എന്താണ് പറയുക, നോക്കി ചിരിക്കും. നാളെ മനുഷ്യൻ നമ്മുടെ നേരെ മുഖം തിരിക്കും. ഇന്ന് നല്ല വാക്ക് പറയുന്നവൻ നാളെ നമ്മളെ പരിഹസിക്കും, കുത്തുവാക്ക് പറയും. ഇന്ന് നമ്മളെ പുകഴ്ത്തുന്നവൻ നാളെ നമ്മളെ അപവാദം പറഞ്ഞു നിന്നിരിക്കാം. എന്നാൽ കർത്താവ് ഒരിക്കലും അങ്ങനെയല്ല. ദൈവം ദീർഘക്ഷമയും മഹാദയയും കരുണയുള്ള ദൈവമാണ്. മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് കർത്താവ് യേശു. എന്ന് വെച്ച് ഈ വിശുദ്ധി ഇല്ലാതെ ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ആമേൻ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണം കഴിഞ്ഞുപോയി എന്ന്. ന്യായപ്രമാണം കഴിഞ്ഞിട്ടില്ല, ന്യായപ്രമാണം കഴിഞ്ഞുപോയി എന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പറയുക, ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഇനി ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആമേൻ. കർത്താവ് ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാം. ആരായിരുന്നാലും, ഇപ്പം ഞാനായിരുന്നാലും മര്യാദയ്ക്ക് ജീവിക്കാം. ആമേൻ. അല്ലാതെ സകല തോന്നിവാസവും ചെയ്തു വെച്ചിട്ട് ദൈവം ശിക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ് സകല തോന്നിവാസവും ചെയ്യാനുള്ള ലൈസൻസ് കർത്താവ് ആർക്കും തന്നിട്ടില്ല. ആമേൻ. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കർത്താവ് ആ പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ സകല പാപങ്ങൾക്ക് വേണ്ടി കുരിശിലേറി മരിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് ജീവിക്കുന്നുണ്ട്. ശരിയാണ്, കർത്താവും മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ക്രൂശ് മരണം വരിച്ചത്. എന്നാൽ അത് മനുഷ്യന് പാപം ചെയ്യാനുള്ള ലൈസൻസിനല്ല. ആമേൻ. ഇനി കർത്താവ് ഇതിനകത്ത് പറയുന്നുള്ളൂ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ മറ്റുള്ളവർ കല്ലെറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ അവർ കർത്താവിനോട് ആ സ്ത്രീയുടെ കുറ്റം പറഞ്ഞു. ഇവർ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണെന്നും ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും കർത്താവ് പറഞ്ഞു. ഈ വന്ന മനുഷ്യർ പറഞ്ഞു. അപ്പോൾ ദൈവം തമ്പുരാൻ എന്താ പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. ആരെങ്കിലും കല്ലെറിഞ്ഞോ? ആരും കല്ലെറിഞ്ഞില്ല. കാര്യം എന്താ, അവളെക്കാൾ വലിയ പാപം ചെയ്തവരായിരുന്നു അവർ. ആമേൻ. എന്നാൽ ആ സ്ത്രീയോട് കർത്താവ് എന്താ പറഞ്ഞത്, ഇനി നീ പാപം ചെയ്യരുത്. ആമേൻ. മറ്റുള്ളവർക്ക്, മനുഷ്യന് പാപം ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടിയല്ല കർത്താവ് 2000 വർഷം മുമ്പ് കാൽവരിയിൽ മാനവരാശിയുടെ പാപം ഏറ്റെടുത്ത് കുരിശുമരണം വരിച്ചത്. ഇനി മേലിൽ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം കഴിഞ്ഞുപോയി. ഏതാണ്ട് കർത്താവിൻ്റെ ശിക്ഷാവിധി കഴിഞ്ഞുപോയി. അതുകൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ആമേൻ. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക. ആമേൻ. പാപം ചെയ്യരുത്. പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണവും കിട്ടാൻ പോണില്ല. പാപം ചെയ്യാതെ ജീവിക്കുക. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമം എപ്പോഴും ഉപയോഗിക്കുക, സ്തുതിക്കുക, അന്യഭാഷയിൽ പ്രത്യേകിച്ചും സ്തുതിക്കുക. അല്ലാണ്ട് ഇനിയിപ്പം എന്താണ് പറയുക, എന്ത് പാപം വേണേലും ചെയ്യാം. കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടിയാണല്ലോ മരിച്ചത്. അപ്പം ഞാൻ ഇനി എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്നാരും വിചാരിക്കേണ്ട. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്നും നിങ്ങൾ മാനസാന്തരപ്പെടാനുള്ള അവസരം കർത്താവ് നിങ്ങൾക്ക് തരും. തരും എന്ന് വെച്ചാൽ നിങ്ങൾ ആ തെറ്റിൽ നിന്നും പിന്മാറാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളെ പിന്മാറാതെ വീണ്ടും വീണ്ടും ആ പാപത്തിൽ തന്നെ മുറുകെ പിടിച്ച് ജീവിച്ചു മുന്നോട്ട് പോയാൽ കർത്താവ് അടിക്കും.
അതിന് തമ്പുരാൻ ബൈബിളിൽ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപത്തിൽ ഞാൻ നിന്നെ പിടിക്കുമെന്നും നീ പരസ്യ കോലമായി നിൽക്കുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്ന് വച്ചാൽ ലോകക്കാരെ മുഴുവനും അറിയും എന്നാണ് അതിനർത്ഥം. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ നാണക്കേട് ലോകത്തില്ല. അതിനാൽ പാപം ചെയ്യാതിരിക്കുക. കർത്താവ് പിടിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ലോകത്ത് നമ്മളെ നാണം കെട്ട് അപമാനിക്കപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ വന്നാലോ പേരും പോവും, പ്രശസ്തിയും പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യവുമില്ല. ആമേൻ. അതിനാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് കർത്താവ് ലോകത്ത് ആർക്കും തന്നിട്ടില്ല. ന്യായപ്രമാണം കഴിഞ്ഞു പോയിട്ടില്ല, ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്. ആമേൻ.